ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നും കഴിക്കണതല്ലേ പഴുത്ത ചക്ക ആയിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഉച്ചരിയുമ്പോൾ ചായക്ക് നമുക്ക് ഇലയട ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വെച്ചിട്ട് ആ പണി തുടങ്ങി കേട്ടോ. ഇത് പിന്നെ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടൊന്നും വിവരിച്ച് പറയണമെന്നില്ല കേട്ടോ, കാരണം ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഇലയട ഉണ്ടാക്കാനൊക്കെ. ഇതിൽ ഞങ്ങൾ നാളികേരം ഇങ്ങനെ ഇടുകയാണ് കേട്ടോ ചെയ്യണത്. ചിലവർ ഇത് നാളികേര കൊത്തായിട്ട് ഇങ്ങനെ നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ നെയ്യിൽ മൂപ്പിച്ചിട്ടുന്നേക്കാളും കൂടുതൽ ഇഷ്ടം നാളികേരം ഇങ്ങനെ ചിരകി ഇടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് കഴിക്കണമെന്നേ ഉള്ളൂ. പിന്നെ വാഴൻ്റെ ഇലയാണ് ഞങ്ങൾക്ക് ഇവിടെ. പൊടുന്നയുടെ ഇല കുറേ നോക്കി ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ വാഴൻ്റെ ഇല ഒരുപാട് നിൽക്കുന്നുണ്ട് ഉമ്മറത്തൊക്കെ ആയിട്ട്. അപ്പം പിന്നെ നമ്മൾ കൂടുതൽ ഇങ്ങനെ തിരഞ്ഞ് നടക്കേണ്ട വെച്ചിട്ട് അതിൽ തന്നെ സാധാ നമ്മൾ അട ചുടും പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടോ. ചുട്ടെടുക്കല്ല, ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടോ. അട ആയതിനു ശേഷം പിന്നെ ഒരു 20 മിനിറ്റ് തണുക്കാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ചായയൊക്കെ കുടിക്കായിരുന്നത്. അത് അപ്പം തന്നെ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സോഫ്റ്റ്നെസ് ആവും. അപ്പോൾ പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു.